അടച്ചില്ല. അവർ ഹൃദയത്തിൽ പ്രകടനയായി എനിക്ക് പോകണം, യേശുവിന്റെ സാക്ഷിയാകണം. അവരുടെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞു നടക്കില്ല. ഭാര്യയുടെ സമ്മതമില്ലായിരുന്നു. എന്നാൽ ഹൃദയത്തിൽ കത്തുന്ന അഗ്നി അവനെ അങ്ങോട്ടങ്ങ് അയച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, നമുക്കുണ്ടാകേണ്ടത്, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായി കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ ജീവനുള്ള സാക്ഷി, ഈ പറയുന്നതിന്റെ ജീവനുള്ള എക്സാമ്പിളായി അവരുടെ മുമ്പിൽ നമുക്ക് ഉണ്ടാകുവാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് പിന്തുടരുവാൻ വളരെ എളുപ്പമായി സഭ ഒരു അറിയുന്ന സഭയായിട്ട് സമയം ചെലവഴിക്കാം. നമ്മൾ ആരും ചെയ്യരുത്, ഒരാളെ അറിയുന്നതിൽ യാതൊരു വൈമുഖ്യവും കാണിക്കില്ല. എവിടെയാ, എന്താണ് കുടുംബം, എന്താണ് ആവശ്യം, എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചറിയുവാൻ നാം എല്ലാവരും എപ്പോഴും കടപ്പെട്ടു. അതാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭയെ യഹൂദന്മാരുടെ കോട്ടകൾക്കകത്തേക്ക് കടത്തിവിട്ടു. പരീക്ഷന്മാർ ജനത്തെ അകറ്റി നിർത്തി, സദൂക്യന്മാർ അകറ്റി നിർത്തി. അവിടെ ഉണ്ടായിരുന്ന സകല ജാതികളും അവരെ മാറ്റി നിർത്തിയപ്പോൾ ദൈവത്തിന്റെ സഭ നോക്കുവരും വിദ്യാഭ്യാസമില്ലാത്തവരും അജ്ഞരും ന്യായപ്രമാണപ്രകാരം ജ്ഞാനികളുമല്ലാത്ത ഒരുപറ്റം ജനത്തെ കൊണ്ട് ആദ്യ നൂറ്റാണ്ടിനെ മുഴുവൻ ഇറക്കി വരയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ കഴിഞ്ഞത് അവർ പരസ്പരം അറിഞ്ഞ ഒരു സമൂഹമായിരുന്നതുകൊണ്ട് ഇവിടെ ഞാൻ നിങ്ങളുമായി ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാനിടയാണ്. ചർച്ച് നമ്മുടെ സഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യന് ഞാൻ എന്റെ സ്നേഹിതനെ അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അവന്റെ സാക്രിഫിഷ്യലി കൊടുക്കുവാനായി കഴിയും. മനസ്സിലായോ? എന്നെ അറിയാത്തവന് വേണ്ടി ഞാൻ ഒന്ന് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. കഥപ്പസഭയാദ്യം വളർന്നത് പണമുള്ളതുകൊണ്ടല്ലോ. കഥപ്പസമാർഗത്തിൽ ഈടച്ചുകൊണ്ടോടാ പറയുന്നത്. കഥപ്പസഭ വളർന്നത് പണം കൊടുത്തതുകൊണ്ടൊന്നുമല്ല. അവർ വളർന്നറിയാവും, നിന്റെ കുടുംബത്തിൽ വേദനയുണ്ടാകുമ്പോൾ സഭ പരിവാസത്തോടെ നിന്റെ കൂടെ പ്രാർത്ഥിക്കും. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ചെറുപ്പത്തിൽ 60കളിൽ ദൈവജനം വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, അപ്രത വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്, പ്രയാസമുണ്ടാകുന്ന എല്ലാവരോടും വരിക. സഭയായിരുന്നു അവരുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച വലിയ ശക്തി. ഇന്ന് സമൂഹത്തിലും പ്രൈവറ്റ് റിലീജിയൻ പറയുന്നത് എന്റെ നാമം, നിനക്കുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ആ ടെൻഷനിൽ കടന്നുകൂടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ പുറകിൽ ആത്മീയ കരമെടുക്കുവാൻ വൈമുഖ്യം കാണിച്ചുകൊണ്ട് പുറകോട്ട് പോകുന്നത് കൊണ്ട് ദൈവസഭയുടെ കൺസെപ്റ്റ് തന്നെ ദൈവസഭയുടെ ഭൂമിയിൽ നിന്ന് മാറിപ്പിക്കേണ്ടിരിക്കും. നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയണം. ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. അടുത്ത വാക്കുകൾ ഒരു വാക്യം 45-ാമത്തെ വാക്യം, 2-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം. അവര് സൊസൈറ്റി, പരിധിയില്ലാത്ത ഒരു സമൂഹമാണ്. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ അദ്ദേഹം എഴുതി, റോബർട്ട് ഫോസ്റ്റ് എന്ന് പറയുന്ന before you make a wall, think whom shall I walk in and walk out. നീ ഒരു ബൗണ്ടറി നിശ്ചയിക്കുന്ന സമയത്ത് ആര് അകത്ത് ആര് പുറത്ത് എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് മാത്രമേ ഒരു ബൗണ്ടറി ഉണ്ടാക്കാം. ഒരു ബൗണ്ട്ലെസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നിബന്ധനകൾക്ക് അതീതമായ ഒരു സൊസൈറ്റി. ഈ ഭൂമിയിലെ സാമൂഹിക സംഘടനകൾക്ക് അതീതമായ ഒരു സമൂഹം. ഈ ഞാൻ അമേരിക്കൻ ചർച്ച ചെയ്യുമ്പോൾ അവരൊത്തിരി സ്മോൾ ഗ്രൂപ്പ്സ് ഫ്രണ്ടാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ ഈ സ്മോൾ ഗ്രൂപ്പ് കൺസെപ്റ്റ് ശരിയാണോ? ഈ കൺസെപ്റ്റ് സ്മോൾ ഗ്രൂപ്പ് കൺസെപ്റ്റ് അല്ല, അവർക്ക് ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് ക്ലബ്, ബാസ്കറ്റ്ബോൾ അവർക്ക് പോളോ ക്ലബ്, പോളോസ് റേസ് കോഴ്സ്, അതിന്റെയാണ്. പിന്നെ ടെന്നീസ്, എല്ലാത്തിനെയും അവരുടെ ടേസ്റ്റിനനുസരിച്ച് നീങ്ങും. അങ്ങ് ഡിവൈഡ്. പ്രശ്നം എന്താണെന്നറിയാമോ? അവിടുത്തെ 2 ചക്രത്തിന് ജോലി ചെയ്യുന്ന കറുത്ത മനുഷ്യൻ പോളോ ക്ലബിൽ അംഗമില്ല. മനസ്സിലായോ? ഇതാണ് ഇവരെ പ്രേരിപ്പിച്ചത് ഈ ഡിവിഷൻ ഉണ്ടാക്കാൻ. ഇവിടെ 3 ചക്രത്തിന് ജോലി ചെയ്യുന്നവന് അവന്റെ നിങ്ങളുടെ ജോലിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നീ സോഫ
സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണെന്ന് വെച്ചാൽ ഞാൻ ആരും എതിര് പറയും. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സഭയിലെ സ്മോൾ ഗ്രൂപ്പുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് മാത്രം ഒന്ന്, നഴ്സസിന് വേണ്ടി ഒന്ന്, അതിന് താഴെ ജോലിയിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് എന്ന് നാം വിഘടിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം സഭയിലില്ല എന്നുള്ള കാര്യം മറന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കും എന്നെ പോലെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും അറിയാത്ത വ്യക്തിക്കും എന്ത് ചെയ്യണം? ഒന്ന് ചെറുത് സ്മോൾ ഗ്രൂപ്പിൽ പൗരസ്ത്രീ അതാ മറ്റുള്ളവരിൽ നിന്ന് അഗ്രഗണ്യനാക്കി. എന്തെന്നറിയാമോ? അവൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും കൊരിന്ത്യയിൽ ചെന്നപ്പോ ഒന്നും അറിയാത്തവനെ പോലെ അവൻ പറയുന്നത്, ഞാൻ ജ്ഞാനത്താലല്ല കൊണ്ടുവന്നത്, ഒന്നും അറിയാത്തവനെ പോലെ അവനെ പ്രസംഗിപ്പാൻ കർത്താവിന്റെ കൃപ കൊടുത്തു. വളരെ നമ്മുടെ സഭ യഥാർത്ഥമായി സഭയായിരുന്നു. കള്ളനെ കള്ളൻ സ്നേഹിക്കും, ധനവാനെ ധനവാൻ സ്നേഹിക്കും, ദരിദ്രനെ ദരിദ്രനെ സ്നേഹിക്കും. ഞാൻ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എന്നെ വിളിച്ചു. ധനവാനെയും ദരിദ്രനെയും വിദ്യാഭീനനെയും വിദ്യാഭ്യാസമുള്ളവനെയും ജോലിയുള്ളവനെയും ജോലിയില്ലാത്തവനെയും കറുത്തവനെയും വെളുത്തവനെയും സ്നേഹിപ്പാൻ എന്റെ കർത്താവിനെ വിളിച്ചു. ഒരിക്കലും ഒരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഭവനത്തെ വിസിറ്റ് ചെയ്യാതെ അവിടെ ചെന്നപ്പോൾ വീട് മെസ്സാണ്. അവിടെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ തന്നെ നന്നായിട്ട് കഴിയും. ഞാൻ മനുഷ്യർ ഇപ്പം ഡൽഹിയിൽ നിന്ന് ഫണ്ടറൈസ് ചെയ്യാനായിട്ട് വലിയ ചർച്ച എന്നെ വിളിച്ചു. ഞാൻ ആ ചർച്ചയിൽ പ്രവർത്തിക്കുന്നു. എങ്കിൽ അവിടെ ഡാലസ് യൂണിവേഴ്സിറ്റി ഓഫ് ആർലിംഗ്ടൺ ടെക്സസിന്റെ ഒരു ക്യാമ്പസ് ഉണ്ട്. ഡാലസ് കൽപ്പന ചാവളയൊക്കെ പഠിച്ച ക്യാമ്പസ്. അവിടെ ഏകദേശം 300 ഇന്ത്യൻ കിഡ്സ് അവിടെ പ്രവർത്തിക്കാനായിട്ട് ഞാനും ബോംബെയിലുള്ള ഒരു സഹോദരൻ രവികുമാറും ന്യൂ ലൈഫ് ചർച്ചയുമുണ്ട്. അവിടെ പ്രവർത്തിക്കുക എല്ലാ വെള്ളിയാഴ്ചയും അവിടുത്തെ ഒരു ഏജി ചർച്ച തീരുമാനമൊക്കെ പിടിച്ചുകൊണ്ട് ഒരു ഫുഡൊക്കെ ക്രമീകരിക്കും. ഫണ്ടൊക്കെ ചെയ്യുന്ന ഏജി ചർച്ച വിളിച്ചുകൊണ്ട് കുറച്ച് പാട്ടൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് വ്യക്തിപരമായ മതത്തിലേക്ക് കിടക്കുന്ന സംസാരിക്കും. ഇപ്പൊ രക്ഷിക്കപ്പെട്ടു പോകുന്നു. ഈ കൂട്ടത്തിലേക്ക് പോയി ഈ കൂട്ടത്തിൽ പ്രവർത്തിക്കുമായിരുന്നു. ആ സമയത്ത് ഫണ്ടറൈസ് ചെയ്യാനായിട്ട് മനുഷ്യർ ഞാൻ ഈ സമയത്ത് ഭാഷയൊക്കെ പുള്ളി തന്റെ മിനിസ്ട്രിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ബ്രദറെ ആൾക്കാർ കഴിക്കും എന്താണെന്നറിയാമോ, നിനക്ക് ഈ ഹൃദയത്തിലുള്ള നീ പറയുന്ന കാര്യം ശരിയാണെന്ന് ഉറപ്പുണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലായി? നമ്മുടെ വീട്ടിൽ വരുന്ന കച്ചവടക്കാരന്റെ മനോഭാവത്തോട് വേണം സുവിശേഷം അറിയിക്കുന്നതിനെ പോകണം. മനസ്സിലായി? You should have the seal of a salesman. എങ്കിലേ തീരുള്ളൂ. With the passion you can present the gospel. ലൈഫ് ഇല്ലാത്ത ഗോസ്പൽ വേണ്ട ആൾക്ക്. യേശു രക്ഷിക്കുന്നത് പറയുന്നുണ്ടല്ലോ, ഹൃദയത്തിൽ അങ്ങോട്ട് വരുന്നവന്റെ ആനന്ദം. യേശു സൗഖ്യമാക്കുന്നത് പറയുന്നുണ്ടല്ലോ, അനുഭവിച്ച സന്തോഷം അവൻ അറിയണം. അവിടെ പ്രത്യേക അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ നന്നായിട്ട് വേണം പോകാൻ. എന്താണെന്നറിയാമോ, വിദേശത്തിലേക്ക് അടുത്ത് പോകാൻ തന്നെത്താൻ ടേക്ക് കെയർ ചെയ്യാത്ത ഒരുത്തനെ ഞാൻ എക്സെപ്റ്റ് ചെയ്തില്ല. ഇതാ അവനെ വിശ്വസിക്കും, പറയുന്ന കാര്യം സത്യമാണെന്നും ആവശ്യമുണ്ടെന്നും ആ സഭയെ വെളിപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിന്റെ ജനമേ, കഴിവിന്റെ പരമാവധി മറ്റുള്ളവരുടെ മുമ്പിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അസത്യം എന്റെ ഹൃദയത്തിൽ വാഴുന്നു എന്ന് വേണം അവൻ അറിയണം. വാക്കുകളില്ലാതെ ഭാഷകളില്ലാതെ നിന്റെ ജീവിതത്തിലൂടെ അവൻ മനസ്സിലാക്കുവാൻ കഴിയും. ആ സമയം പറയുന്ന സമൂഹം ഒരു സാക്ഷിയാകുന്ന സമൂഹം. അപ്പോസ്തലന്മാർ ശക്തിയോടെ സാക്ഷി പറഞ്ഞു. സഭയെ പറയുന്ന സാക്ഷിയല്ല, കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് പറയില്ലെന്നല്ല. അതല്ലായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്യുന്നത്. പറഞ്ഞത് യേശു ക്രിസ്തു കാലത്ത്